I am Hadrian Luna. I think I am finished. ഈ മാന്ത്രികൻ ഇവിടെ ഈ മണ്ണിലെത്തുമ്പോൾ നമുക്കാർക്കും ഒരു പ്രതീക്ഷയോടുണ്ടായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ഈ ബ്ലാസ്റ്റേഴ്സിനെ ഒന്ന് ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. അന്ന് ഫൈനൽ വരെ എത്തിയിട്ടും കപ്പടിക്കാതെ അവർ പരാജിതരായി. കഴിഞ്ഞ മത്സരത്തിൽ ഹൈദരാബാദ് എഫ്സിക്കെതിരെ സ്വന്തം മണ്ണിൽ അവർക്ക് പരാജയപ്പെടേണ്ടി വന്നു. എന്നാൽ അവരുമായുള്ള ആ മത്സരം അവിടെ കൊണ്ടൊന്നും അവസാനിച്ചിരുന്നില്ല. പക്ഷേ ഇതിനു മുമ്പായി മായാതെ തകരാതെ മനം തേടാതെ ഇടറാതെ ഈ ലോകം യമലോകം മായാതെ തകരാതെ മനം തേടാതെ ഇടറാതെ ഈ ലോകം യമലോകം മായാതെ തകരാതെ മനം തേടാ. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഹോം മത്സരത്തിനായി ഇറങ്ങുവാണ്. ഇത്തവണ എതിരാളികൾ ചെന്നൈയിൻ എഫ് സി. തീർച്ചയായിട്ടും ഈ ഒരു കളി ഒരു കളി തന്നെയായിരിക്കും. ഇരു ടീമുകൾക്കും ടഫായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു കളിയിൽ ജയം നിർബന്ധം തന്നെയാണ്. ചെന്നൈയിൻ എഫ് സി അവർ തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ നല്ലൊരു ഫോമിൽ തന്നെയാണ് അവർ കളിക്കുന്നത്. തീർച്ചയായിട്ടും ഹൈദരാബാദ് എഫ് സിക്കെതിരെ കളിച്ച പോലെയുള്ള PV ഈ ഒരു കളിയിൽ തീർച്ചയായിട്ടും ഡിഫൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയപ്പെടേണ്ടി വരും. ആ ഡിഫൻസിലുണ്ടായ മിസ്റ്റേക്കുകളെല്ലാം പരിഹരിച്ച് തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിന് ഇറങ്ങുക എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും നമുക്ക് കണ്ടു തന്നെ അറിയാം ആര് ജയിക്കും ആര് പരാജയപ്പെടും എന്നുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇരു ടീമും ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയായിരിക്കും കാഴ്ചവെക്കുക. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ടു. തീർച്ചയായിട്ടും ഈ ഒരു കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ജയം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കാം. ഈ വരുന്ന 24-ാം തീയതി ഞായറാഴ്ച 7:30 കൊച്ചിയുടെ മണ്ണിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരം നടക്കും. തീർച്ചയായിട്ടും ഈ ഒരു കളിയിലും വേണ്ടി തോറ്റു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവിയുടെ ഒരു ഭാഗമായിരിക്കും. മറിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ വിജയത്തിന്റെ തുടക്കമായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിനെയും ചെന്നൈയിൻ എഫ് സി ഭയക്കേണ്ടത് തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങിലൂടെയുള്ള അറ്റാക്ക്, നോഹ സദോയിലൂടെയുള്ള അറ്റാക്ക് തീർച്ചയായിട്ടും അവരത് ഭയക്കേണ്ടത് തന്നെയാണ്. അതുപോലെ ഹീസസ് സിമിനസ് കഴിഞ്ഞ 3 മത്സരങ്ങളിൽ അദ്ദേഹം തുടർച്ചയായി ഗോൾ നേടിയ ഒരു പ്ലെയർ തന്നെയാണ് ഹീസസ് സിമിനസ്. അതുപോലെ തന്നെ വിൽമർ ജോർഡൻ അദ്ദേഹവും തീർച്ചയായിട്ടും നമ്മൾ ഭയക്കേണ്ട ഒരു പ്ലെയർ തന്നെയാണ് വിൽമർ ജോർഡൻ. തീർച്ചയായിട്ടും ഈ ഒരു കളിയോടുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. സോ ദെൻ നിങ്ങൾ 11 എങ്ങനെയായിരിക്കും എന്നൊക്കെ താഴെ കമന്റ് ചെയ്യുക. സോ ദെൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ.